വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ്. രക്തസാക്ഷിത്വങ്ങളെ CPIM ധനസമാഹരണത്തിന് ഉപയോഗിക്കുന്നു. 1 കോടിയിലധികം രൂപ പിരിച്ചെടുത്തു. ഭൂരിഭാഗം തുകയും മധുസൂദനൻ MLA അപഹരിച്ചു. ഇത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമല്ല, ക്രിമിനൽ കുറ്റമാണ് MLA ചെയ്തതെന്നും ഒ.ജെ. ജനീഷ് വ്യക്തമാക്കി. അഭിമന്യുവിന്റെ മരണമുണ്ടായി, കൊലപാതകമുണ്ടായി. അഭിമന്യുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ ധനസമാഹരണം നടത്തി. 3 കോടി പരം രൂപ സമാഹരിച്ചു എന്നാണ് അന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത. യൂത്ത് കോൺഗ്രസ് പറയുന്നതല്ല, കോൺഗ്രസും പറയുന്നതല്ല. ദേശാഭിമാനി പത്രത്തിൽ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ പാർട്ടി പത്രത്തിൽ വന്ന വാർത്തയാണ് 3 കോടി രൂപയിൽ താഴെ 3 കോടിയോളം രൂപ സമാഹരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയത് എത്രയാണ്? 25-30 ലക്ഷം വില വരുന്ന ഒരു വീട് വെച്ചു കൊടുത്തു. മറ്റ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 1 കോടിയിൽ താഴെ രൂപ മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയത്. ബാക്കി 2 കോടി രൂപ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? അപ്പോൾ ഇതെല്ലാം ഓരോ രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയുടെ കേഡർമാരായ പ്രവർത്തകർ ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ നിന്നാണ് പിരിച്ചെടുക്കുന്നത്. ഒരു പർപ്പസ് പറഞ്ഞിട്ടാണ് പിരിച്ചെടുക്കുന്നത്. ആ പിരിച്ചെടുക്കുന്ന പണം അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് വകമാറ്റി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ രക്തസാക്ഷിത്വങ്ങളുടെ പേരിൽ പിരിച്ചെടുക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണോ പാർട്ടിക്ക് വേണ്ടി കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടിസുനിയും കിർമാണി മനോജും അടക്കമുള്ള ക്രിമിനലുകളെ ഈ പാർട്ടി തീറ്റിപ്പോറ്റുന്നു എന്നുള്ള ചോദ്യം കൂടെ അവശേഷിക്കുകയാണ്. രക്തസാക്ഷികളുടെ പേരിൽ പണം പിരിക്കുക, ആ പണം ഉപയോഗിച്ച് പാർട്ടിക്ക് വേണ്ടി കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്.